അങ്ങനെ അതും ഒരു തീരുമാനത്തിലായി. എന്താണെന്നല്ലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ആരിസിനെ എങ്ങനെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ഒടുവിലത്തെ തന്ത്രവും പൊളിഞ്ഞ് പാളീസായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വാർത്തയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡോക്ടറെ സംശയത്തിൻ്റെ ആവരണം കൊണ്ട് മൂടി അദ്ദേഹത്തെ പ്രതികൂട്ടിൽ നിർത്താനാണ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് സംവിധാനം ഒന്നായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ നീക്കമാണ് ഇന്ന് പൊളിഞ്ഞു പാളീസായത്. അതിനായി കൊണ്ടുവന്ന ആ കോപ്പും ആപ്പിലായി. അദ്ദേഹത്തെ വേട്ടയാടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് 1-ാം നമ്പറാണ്, ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയാണ് എന്നൊക്കെ കൊട്ടി ഘോഷിച്ച് നടക്കുമ്പോൾ ആ ആരോഗ്യ മേഖല ഉരുമ്പെട്ട് കിടക്കുകയാണ് എന്നത് യൂറോളജി വകുപ്പിൻ്റെ മേധാവിയായി സേവനം ചെയ്യുന്ന സത്യസന്ധനായ ഡോക്ടർ ആരിസ് അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കേണ്ടവർ തീർത്തു കൊടുക്കാതെ ഡോക്ടറും രോഗികളും പ്രയാസപ്പെടുമ്പോൾ ഡോക്ടർ അത് പരസ്യമായി വെളിപ്പെടുത്തി എന്നതാണ്. ഏതായാലും സംവിധാനം അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തെ മാനസികമായി തകർത്ത് നവീൻ ബാബുവിൻ്റെ ആ ഗതി അദ്ദേഹത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.